സർ, ഇന്ത്യയിൽ ഈ ഏക സിവിൽ കോഡ് വരാൻ പോകുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും, അതായത് എല്ലാവരും ചോദിക്കുന്നത് എപ്പോൾ വരും എന്നുള്ളത്, അതിൻ്റെ ഒരു ഏറ്റവും അവസാന ചില നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ലോ കമ്മീഷൻ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു എന്നുള്ള വാർത്തകൾ വരികയാണ്. അപ്പോൾ ഈ ഏക സിവിൽ കോഡ് അടുത്തെത്തിയോ സർ? എത്തിത്തുടങ്ങി. അതിനുള്ള ഒരു പ്രോസസ്സുണ്ട്. ഗവൺമെൻറ് വെറുതെ ഒരു നിയമം കൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല, എസ്പെഷ്യലി UCCമാരുള്ളത്. ബിക്കോസ് ഈ UCC വരുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നാണ് വരുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ആർട്ടിക്കിൾ 44 എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആർട്ടിക്കിൾ 44 എന്നാണ് ഇത് വരുന്നത്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളതാണ് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന്. പക്ഷേ നെഹ്റു തൊട്ട് മൻമോഹൻ സിംഗ് വരെ ഒറ്റ സർക്കാർ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കോർ ഇഷ്യൂ BJP എന്നല്ല, ജനസംഘിൻ്റെ ദിവസം തൊട്ട് BJPക്ക് ജനസംഘ് പാർട്ടി ഉള്ളപ്പോൾ തൊട്ട് ഈ യൂണിഫോം സിവിൽ കോഡ് ഒരു കോർ ഇഷ്യൂ ആയിരുന്നു. പിന്നെ ജനസംഘ് പോയി ജനതാ പാർട്ടി പോയി BJP ആയി. പക്ഷേ BJP വന്നപ്പോൾ തൊട്ടും ഇത് കോർ ഇഷ്യൂ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ പാടില്ല, ഞങ്ങളുടേത് വേണം. അതെങ്ങനെയാവും? ഒരു രാഷ്ട്രത്തിൽ താമസിക്കുമ്പോൾ എല്ലാവർക്കും ഒരൊറ്റ നിയമമായിരിക്കും, ഓരോരുത്തർക്കും ഓരോ നിയമം പറ്റില്ല. അപ്പം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ നാളെ തൊട്ട് ക്രിമിനൽ ലോ നമുക്ക് ഷറിയ കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് ഷറിയ കൊണ്ടുവന്നിട്ട് കൈ വെട്ടാം, കാല് വെട്ടാം. ആരെങ്കിലും നിങ്ങൾ ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഷറിയ പ്രകാരം നിങ്ങൾ ശിക്ഷിക്കും. നിങ്ങളുടെ പേഴ്സണൽ ലോ തന്നെയാണല്ലോ. അപ്പോൾ ക്രിമിനൽ ലോ നമുക്ക് അങ്ങനെ ആക്കും. അത് സമ്മതിക്കില്ല. അപ്പോൾ പറയാം അത് പറ്റില്ല, അത് ഞങ്ങൾക്ക് IPC, ഇപ്പം IPCയിലെ BNS ആണ്, അത് BNS എടുക്കാതെ മതി, ഞങ്ങൾക്ക് ഇത് വേണ്ട, അത് പറ്റില്ല. ഇത് പറഞ്ഞിട്ടുള്ള ആരാണ് ഈ കൊണ്ടുവരണം? UCC. ഒന്ന് അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സമയത്ത് തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റിൽ ഇതുണ്ടായിരുന്നു. അത് എതിർത്ത ഒരാളായിരുന്നു നെഹ്റു. അപ്പം അന്ന് തന്നെ അംബേദ്കർ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, ഹിന്ദുക്കൾക്കും ജെയിൻസിനും സിഖ്സിനും എല്ലാവർക്കും കൂടിയാണ് ഹിന്ദുസ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത് പേഴ്സണൽ ലോ. അതേസമയത്ത് ക്രിസ്ത്യാനികൾക്കാവട്ടെ, ഈ പറഞ്ഞ മാതിരി മുസ്ലിംസിനാവട്ടെ ഒരു യൂണിഫോം ലോ ഉണ്ടായിരുന്നില്ല. ഈ ലോ ഈ UCC കൊണ്ടുവരാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. സുപ്രീം കോടതി കുറേ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ട് ഗവൺമെൻറ് അടുത്ത് നിങ്ങൾ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം, നിങ്ങളിത് പ്രഖ്യാപിക്കണം, നിങ്ങളൊരു ലോ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആർട്ടിക്കിൾ 44 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് ഇപ്പോൾ ലോ കമ്മീഷൻ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ലോ കമ്മീഷനെ ഇവർ ചുമതലപ്പെടുത്തിയിട്ട് 23ാമത്തെ ലോ കമ്മീഷനാണ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത് 22ാമത്തെ കമ്മീഷനും 21ലും ഇതിനെപ്പറ്റി ഡിബേറ്റ് നടന്നിരുന്നു. പക്ഷേ ഒരു ടേംസ് ഓഫ് റെഫറൻസ് അവർക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ജനറൽ ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ അവർക്ക് കൊടുത്തത്. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞവർ എല്ലാ കമ്മ്യൂണിറ്റീസും, അതാണ് പറഞ്ഞത്, അല്ലാണ്ട് ഹിന്ദുക്കൾക്ക് മാത്രമായിട്ട് വേറൊരു ഇതില്ല. ഹിന്ദു സിവിൽ കോഡിലുള്ളതും ഹിന്ദു പേഴ്സണൽ ലോ ഉള്ളതും ഇസ്ലാമിക് എല്ലാം കൂട്ടി നോക്കിയിട്ട് ഒറ്റ ലോ എല്ലാവർക്കും വേണ്ടി ഒരു ചട്ടം കൊണ്ടുവരാനാണ് ലോ കമ്മീഷൻ്റെ അടുത്ത് ടേംസ് ഓഫ് റെഫറൻസ്. ഇത് മെയിനായിട്ട് നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട യൂണിഫോം സിവിൽ കോഡ് അല്ല. ആക്ച്വലി ഇതാണ് ഒരു പ്രോബ്ലം. ഇതൊരു യൂണിഫോം ഫാമിലി കോഡാണ്. അവർ നിങ്ങളുടെ കസ്റ്റം മാറ്റുണ്ടോ ഇല്ല, നിങ്ങൾക്ക് നിക്കാഹ് നടത്താം, നിങ്ങൾ പള്ളിയിൽ കല്യാണം കഴിപ്പിക്കാം ക്രിസ്ത്യാനികളുടെ കേസിലാണെങ്കിൽ, ഇവരുടെ കേസിൽ നിക്കാഹ് നടത്താം. നിങ്ങളുടെ പേഴ്സണൽ ചടങ്ങുകളൊന്നും മാറ്റുന്നില്ല. എന്താണ് മാറാൻ പോകുന്നത്? മാരേജ്, കല്യാണത്തിൻ്റെ പ്രൊസീജിയർ, ഡിവോഴ്സിൻ്റെ പ്രൊസീജിയർ, ഗാർഡിയൻഷിപ്പ്. ഒരു കുട്ടി ഈ പറഞ്ഞ മാതിരി അമ്മയുടെ അടുത്ത് പോകണോ അച്ഛൻ്റെ അടുത്ത് പോകണോ എന്നുള്ളതിൻ്റെ ഒരു കേസ് വരും. അത് ഹിന്ദുക്കൾക്ക് വളരെ ക്ലിയർ ആണ്. കോടതി പോയി കഴിഞ്ഞാൽ അവർക്ക് ആ കസ്റ്റഡി കിട്ടും കുട്ടിയുടെ. പിന്നെ മെയിൻ്റനൻസ്, തലാഖ് ചൊല്ലിപ്പോയി അത് മോദി നിർത്തിയ പരിപാടി, അതിന് ഒരു മെയിൻ്റനൻസ് കൊടുക്കണം. എത്രയാണ് അതിൻ്റെ അമൗണ്ട്, അവരെങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇൻഹെറിറ്റൻസ്, ഫോർ എക്സാമ്പിൾ മുസ്ലിം പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഈ പറഞ്ഞ മാതിരി പ്രോപ്പർട്ടി ആൺകുട്ടികൾക്ക് കിട്ടുന്നതിൻ്റെ ഈക്വൽ ആണോ അല്ലയോ ആവണം. അത് പണ്ട് നമ്മുടെ കേരളത്തിലും ഈ പറഞ്ഞ മാതിരി നായർ മേനോൻ കമ്മ്യൂണിറ്റീസിൽ ഉള്ളത്, ഞാനും ആ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, നമുക്കവിടെ വേറൊരു മാട്രിലീനിയൽ സിസ്റ്റം ഉണ്ടായിരുന്നു. ആ മാട്രിലീനിയൽ സിസ്റ്റത്തിൽ പെൺകുട്ടികൾക്കായിരുന്നു എല്ലാം കിട്ടിയത്, അമ്മയുടെ സൈഡിൽ നിന്നായിരുന്നു എല്ലാം കണക്ഷൻ. ക്രിസ്ത്യാനികൾക്ക് വരുമ്പോൾ അതായിരുന്നില്ല. ക്രിസ്ത്യാനികളുടെ പെൺകുട്ടികൾക്ക് അവർ കല്യാണം നടക്കുമ്പോൾ നല്ല ഹെവി ആയിട്ട് ഡൗറി കൊടുക്കാൻ കാരണം പിന്നെ അവർ സ്വത്ത് ചോദിച്ചു വരാൻ പാടില്ല എന്നായിരുന്നു കണക്ക്. പക്ഷെ അത് മേരി റോയ്, അരുന്ധതി റോയുടെ അമ്മ സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു കേസ് ഫൈറ്റ് ചെയ്തിട്ടാണ് അവരത് ജയിച്ചെടുത്തത്. അപ്പോൾ അവിടെ ഒരു മാറ്റമുണ്ട്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ പേഴ്സണൽ ലോ UCC കൊണ്ടുവരും,
കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതാണ്, എന്താ അത് കൊണ്ടുവരാത്തത്? പിന്നെ ചെയ്യാമെന്ന് പോസ്റ്റ്പോൺ ചെയ്ത് എന്താ കാരണം? ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി കോൺഗ്രസിന് പേടിയാണ് അവരുടെ വോട്ട് ബാങ്ക്, സ്പെഷ്യലി മുസ്ലിം വോട്ട് ബാങ്ക്, അത് ഇമ്പാക്റ്റ് ആവും. എന്തിനാണ് ഇമ്പാക്റ്റ് ആവുക? നിങ്ങളുടെ റിലീജിയൻ ഒന്നും മാറ്റിയിട്ടില്ല, നിങ്ങളുടെ കല്യാണത്തിലെ പ്രൊസീജിയർ ഒന്നും മാറ്റിയിട്ടില്ല, കാസി തന്നെ കല്യാണം നടത്തും. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് രജിസ്ട്രേഷൻ, നമ്മൾ ഇതിനെപ്പറ്റി മുമ്പ് ഡിബേറ്റ് ചെയ്തെന്ന്, അസാം അസംബ്ലിയിൽ ഓൾറെഡി ഒരു ബില്ല് പാസ്സായിട്ടുണ്ട് അങ്ങനത്തെ. രണ്ടാമത്തത് ഇൻഹെറിറ്റൻസ്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തുല്യ ഇത് കിട്ടണം, പ്രോപ്പർട്ടി ഇൻഹെറിറ്റ്, അച്ഛൻ്റെ അമ്മയുടെ ആയാലും പ്രോപ്പർട്ടി നിന്ന് കിട്ടും ഒന്നായാലും, അത് ഇവർക്ക് പറ്റില്ല, പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ കണ്ടുല്ലേ, ഇവര് ഈ പറഞ്ഞ മാതിരി വഖഫ് ആക്ടില് സ്ത്രീകളെ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ വഖഫ് ബോർഡിലേക്ക് ഇവരെല്ലാം കിടന്ന് ഒബ്ജക്ട് ചെയ്തു. പാടില്ല, ഒവൈസി തൊട്ട് നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗ് വരെ എല്ലാവരും ഒബ്ജക്ട് ചെയ്തു, സ്ത്രീകളെ കൊണ്ടുവരാൻ പാടില്ല. എന്താ കൊണ്ടുവന്നാൽ എന്താ കുഴപ്പം? ഇതാണ് നമ്മൾ അറിയുന്നത്. പിന്നെ ഒന്ന് ഡിവോഴ്സ് പിന്നെ നമുക്ക് ഓൾറെഡി തലാഖ് പരിപാടി നിർത്തിയല്ലോ, അതിപ്പോൾ പറ്റില്ല, അങ്ങനെ ഇറങ്ങി പോകണ്ട. നീ കുറച്ച് കഷ്ടപ്പെടണം, നീ കുറച്ച് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ കാര്യമാണ് അത് ഉണ്ടാവേണ്ടത്. പിന്നെ നാലാമത്തെ ഞാൻ പറഞ്ഞ ഒരു മെയിൻ്റനൻസ്. ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം സ്ത്രീക്ക് നമുക്ക് ഷാബാനു കേസ് തൊട്ട് അറിയാം. ഷാബാനു കേസിൽ ഒരു സുപ്രീം കോടതി കൊടുത്തൊരു വിധിയെ ഇവർ തിരിച്ചു മറിച്ച് ചെയ്ത പരിപാടിയാണ് ഇവർ. അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ഷാബാനു കേസിൽ രാജീവ് ഗാന്ധി എന്തിനാ ഈ ഇതേ മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി ഈ പറഞ്ഞ മാതിരി ഈ മുസ്ലിം ലീഡേഴ്സ് വന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് രാജീവ് ഗാന്ധിയെ ആ ചട്ടം മാറ്റിച്ചു. അതാണ് വല്ലാത്തൊരു കഷ്ടമായിരുന്നു. ചെറിയൊരു എമൗണ്ട്, തുച്ഛ എമൗണ്ട് ആയിരുന്നു, 45 റുപ്യ 100 റുപ്യ കണ്ടായിരുന്നു മെയിൻ്റനൻസ്. അതും കൊടുക്കാൻ പറ്റില്ല എന്ന് രാജീവ് ഗാന്ധി. ഒരു മുസ്ലിം സ്ത്രീക്ക് ഒന്നും കിട്ടാൻ പാടില്ല മെയിൻ്റനൻസ്, അവർ ഇദ്ദത്ത് കിട്ടിയാൽ മതി, അത് മതി എന്നുള്ളതായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞ മാതിരി ബാക്കി കുറേ പേഴ്സണൽ ലോസ് ഉണ്ട്. ഈ സിഖ്സിനുള്ള, ജെയിൻസിനുള്ള, പാർസീസിനുള്ള. ഈ ഫോർ എക്സാമ്പിൾ പാർസീസിൻ്റെ ലോയിൽ പറയും, ഒരു പാർസി പെൺകുട്ടി ഒരു നോൺ പാർസിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തേക്കാക്കും. അവർ വേണമെങ്കിൽ വല്ല കല്യാണ ചടങ്ങിനൊക്കെ വരാം, പക്ഷെ ഒരു ഫയർ ടെമ്പിളിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല, അവർ അമ്പലം അതിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇൻഹെറിറ്റൻസ് ഉണ്ടാവില്ല, അവർക്ക് പ്രോപ്പർട്ടി കിട്ടില്ല. ഇത് നമ്മൾ ആർട്ടിക്കിൾ 370 ഉണ്ടായിരുന്ന കേട്ടോ. കശ്മീരിൽ ഒരു പെൺകുട്ടി 35A വന്നത് ആക്ച്വലി അവിടെ. ആ ചട്ടമാണ് മോദി ഗവൺമെന്റ് വിഡ്രോ ചെയ്തത്, അബ്രോഗേറ്റ് ചെയ്തത്. 35 ഒരു ഓർഡിനൻസ് ആയിരുന്നു. അതിലെന്താ പറഞ്ഞത്? രാജേന്ദ്ര പ്രസാദാണ് സൈൻ ചെയ്തിരുന്നത് ആ ഓർഡിനൻസ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെഹ്റു പറഞ്ഞു ഞങ്ങൾ 6 മാസത്തിനുള്ളിൽ ചട്ടാക്കിയില്ല. അതേ കൊണ്ട് നടന്നു 10, 30, 40 കൊല്ലം, 50 കൊല്ലം. ഏത് ഒരു ഓർഡിനൻസ് 6 മാസം ലാപ്സായ ഓർഡിനൻസ്. അതിലെന്താ പറയുന്നത്? ഒരു കശ്മീരി മുസ്ലിം പെൺകുട്ടി ഒരു നോൺ കശ്മീരിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് സ്വത്തിന്റെ മേലെ ഒരു അധികാരവും ഇല്ല, അച്ഛനമ്മയുടെ സ്വത്ത്. ആലോചിച്ചു. അതേ സമയത്ത് ഈ പെൺകുട്ടി ഒരു പാകിസ്ഥാനി സൈഡിൽ നിന്നുള്ള ആൾ വന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് എല്ലാ സ്വത്തും. ഇതിനെക്കാട്ടും വലിയൊരു റിഡിക്കുലസ് ലോ ഉണ്ടാവില്ല ആർട്ടിക്കിൾ 35. എല്ലാവരും പറയും 370 ആയിരുന്നില്ല പ്രോബ്ലം, 35A ആയിരുന്നു പ്രോബ്ലം ജമ്മു ആൻഡ് കാശ്മീരിൽ. എനിവേ അതിപ്പോൾ എന്തായാലും അബ്രോഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ലോ എല്ലാവർക്കും ഒന്നാണ് ഇപ്പോൾ. പക്ഷേ ഈ പറഞ്ഞ മാതിരി അക്രോസ് ദ കൺട്രി ഇപ്പോൾ പോർച്ചുഗീസുകാർ ഗോവ ഭരിക്കുമ്പോൾ അവിടെ ഒരു യൂണിഫോം സിവിൽ കോഡ് കൊടുത്തു. അതിപ്പോഴും അവിടെ ഉണ്ട്. അവിടെയും മുസ്ലിംസ് ഉണ്ടല്ലോ, അവിടെ ക്രിസ്ത്യാനികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഹിന്ദുക്കളുണ്ടല്ലോ, അവിടെ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെന്താ പറ്റിയത്? ഉത്തരാഖണ്ഡിലിപ്പോൾ UCC വന്നു, ആർക്കെങ്കിലും വിഷയമുണ്ടോ? ഇല്ല. ഇത് പ്രോബ്ലം എന്താണ്? ഈ നമ്മുടെ നാട്ടിൽ ചിലവരുണ്ട്, നമ്മൾ ഈ CAA വന്നപ്പോൾ കണ്ടത്, CAA വന്നു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടും. എവിടെ ഉണ്ടായോ? ലോറി വിളിച്ച് ലോറിക്കകത്ത് കയറ്റി എല്ലാ മുസ്ലിമുകളെയും ഇതാ മോദി അതിർത്തി അപ്പുറത്തേക്ക് കടത്തിവിടാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു പ്രചാരണം നടന്നുകൊണ്ടിരുന്നത്. വല്ലാത്തൊരവസ്ഥയായിരുന്നു സർ. ഈ 2 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ചില ട്രൈബ്സുമായി ബന്ധപ്പെട്ട് ഇത്തരം സിവിൽ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല, അല്ലെങ്കിൽ അവർക്ക് ബാധകമാക്കില്ല എന്നൊരു കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അതിൽ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ബാധകമാക്കണ്ടേ എന്നൊക്കെ തോതിലുള്ള. രണ്ടാമത്തത്, ഈ 22ാമത് ലോ കമ്മീഷൻ ഇതിനെക്കുറിച്ച് കൃത്യമായ ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഉദാഹരണത്തിന് ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുന്നു, മറ്റ് കൃത്യമായ ഇത്തരം കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ മുൻപുള്ള കമ്മീഷനുകളും 22ാമത്തെ കമ്മീഷനും ഒക്കെ കൃത്യമായി അത് ചെയ്തിട്ടുണ്ടോ സർ? നമുക്ക് ആദ്യം ഈ ട്രൈബൽ ഇതിനെ പറ്റി എടുക്കാം, ഗോത്ര വിഭാഗങ്ങളെ പറ്റി. അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അവരുടെ പേഴ്സണൽ ലോ ആവട്ടെ, അവരുടെ കസ്റ്റംസ് ആവട്ടെ, അവരുടെ കല്യാണത്തിൻ്റെ രീതി ആവട്ടെ, അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് അവരൊരു നോർമൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഗോത്രവർഗമല്ലല്ലോ, പിന്നെ അവർ നോർമൽ ഒരു ഇതുമാതിരിയാവും, നോർമൽ സിറ്റിസൺ മാതിരിയാവും. അപ്പോൾ അവർക്ക് അവരായിട്ട് ട്രൈബൽ, ഫോർ എക്സാമ്പിൾ നാഗാലാൻഡിൽ 68 ട്രൈബുകളുണ്ട്, 68 ട്രൈബൽ കമ്മ്യൂണിറ്റീസ്.
അതിൽ ചില കമ്മ്യൂണിറ്റീസിന്റെ ലാംഗ്വേജ് വേറൊരു കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാവില്ല. അങ്ങനത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട് അവിടെ. നോർത്ത് ഈസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ട്രൈബൽസ് ഉള്ളത്. പിന്നെ നമ്മുടെ അടുത്ത് അട്ടപ്പാടിയിലുണ്ട്, ആന്ധ്രയിൽ അറക്കൂലുണ്ട്, തമിഴ്നാട്ടിൽ ഊട്ടി ആ സൈഡിൽ അവിടെയും കുറെ ട്രൈബൽസ് ഉണ്ട്. അവർക്കൊക്കെ ഈ ട്രൈബ്സിനൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള പേഴ്സണൽ ലോ അവർക്കുണ്ട്. അത് ഗവൺമെന്റ് തൊടില്ല. അതിപ്പോഴല്ല, കോൺസ്റ്റിറ്റ്യൂഷനലി അവർക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അവരവിടെ പോയി നമുക്ക് സ്ഥലം വാങ്ങാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഒരു ഗോത്ര വിഭാഗത്തിന്റെ സ്ഥലത്ത് പോയി അട്ടപ്പാടിയിൽ പോയി സ്ഥലം വാങ്ങാൻ പറ്റില്ല. അവരുടെ ഒരു ഏരിയ ആണ്, അവർക്ക് പ്രൊട്ടക്ട് ചെയ്തിട്ട് അവരൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് മാറാൻ പാടില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി UCC അവർക്ക് ബാധകമാവില്ല. രണ്ടാമത്തത്, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സജഷൻസ് ചോദിച്ചിരുന്നു ഈ 22ാമത്തെ ലോ കമ്മീഷൻ? യെസ്, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 80 ലക്ഷം സജഷൻസ് ആണ് വന്നത്. 80 ലക്ഷം പെറ്റീഷൻസ് വന്നിരുന്നു ഈ 22nd ലോ കമ്മീഷൻ. ആലോചിച്ചു. അതല്ലാണ്ട് ഓൾമോസ്റ്റ് 5 ലക്ഷം ഫിസിക്കൽ സബ്മിഷൻ. മറ്റേതൊക്കെ പെറ്റീഷൻ ഇമെയിൽ വഴിയായിരിക്കും വന്നിട്ടുണ്ടാവുക. അതല്ല, 5 ലക്ഷം പേര് ഫിസിക്കലായിട്ട് വന്ന് ലോ കമ്മീഷൻ്റെ അടുത്ത് അവർ പെറ്റീഷൻ കൊടുത്ത് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ സജഷൻസ്, ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്നിട്ട് അവർ പറഞ്ഞു. ഇനി അതെല്ലാം പരിഗണിച്ച് പുതിയതായിട്ട് സജഷൻസ് വിളിച്ച് 23rd ലോ കമ്മീഷൻ, 23ാമത്തെ ലോ കമ്മീഷൻ ഡെഫിനറ്റ് ആയിട്ട് ഗവൺമെന്റിന് പോസിബിൾ എനിക്ക് തോന്നുന്ന ഒരു 6 മാസത്തിനുള്ളിൽ ഒരു പുതിയ റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുക്കും. ആ റിപ്പോർട്ട് പ്രകാരമായിരിക്കും ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക. ആ ഡ്രാഫ്റ്റ് പിന്നെ ഈ പറഞ്ഞ മാതിരി പാർലമെന്റിൽ പോകും. അത് പാർലമെന്റിൽ നിന്ന് അത് പിന്നെ സെലക്ട് കമ്മിറ്റിക്ക് പോകില്ലെന്ന് അറിയണം. അത് കഴിഞ്ഞാൽ ഒരു ചട്ടമായിട്ട്, ഒരു ലോ ആയിട്ട് മാറും. എന്തായാലും ഈ ഒരു ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾക്ക് അവസാനമായി തുടങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ ഗവൺമെൻറ് അതിൻ്റെ അതൊരു നിയമമാകുന്നതിൻ്റെ അവസാന ഘട്ടത്തിലെ പ്രൊസീജിയറുകളിലേക്ക് കൃത്യമായി കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എല്ലാവർക്കും തുല്യമായ നീതി, തുല്യമായ അവകാശങ്ങൾ ഇതെല്ലാം വരുന്ന രീതിയിലുള്ള ഒരു ഏക സിവിൽ കോഡ് തന്നെ നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. അത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നതും. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി സാർ. താങ്ക് യു.